കരുണയുടെ അവസാന മണിക്കൂർ. കരുണയുടെ വാതിലിലൂടെ കടക്കാൻ വിസമ്മതിക്കുന്നവർക്ക് തന്റെ നീതിയുടെ വാതിലൂടെ കടന്നു പോകേണ്ടി വരുമെന്ന് വിശുദ്ധ ഫൗസ്റ്റീനയുടെ വാക്കുകൾ നമുക്ക് ഓർക്കാം. ദൈവത്തിന്റെ നീതിയുടെ വാതിൽ എന്നത് മനുഷ്യന് കടക്കാൻ അത്യന്തം ദുഷ്കരമാണെന്ന് നമുക്കറിയാം. അതുകൊണ്ട് കരുണയുടെ വാതിൽ തുറന്നിരിക്കുന്ന കാലത്ത് തന്നെ ദൈവകരുണയിൽ ആശ്രയം തേടാൻ നമുക്ക് ശ്രമിക്കാം. നാം ജീവിക്കുന്നത് കരുണയുടെ അവസാന മണിക്കൂറുകളിലാണ് സത്യം അറിയാതെ ജീവിക്കുന്ന അനേകം പേർ നമുക്ക് ചുറ്റുമുണ്ട്. മേഘാലയയിലെ സിസ്റ്റർ ജിങ്സ്വാ തനിക്ക് കിട്ടിയ സന്ദേശങ്ങൾ ദി ലാസ്റ്റ് അവർ ഓഫ് മേഴ്സി എന്ന പേരിൽ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. ആ പുസ്തകത്തിലെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ ദൈവകരുണയെ കുറിച്ച് നമുക്ക് ശ്രമിക്കാം. ദൈവകരുണ അഭയം തേടാൻ നമുക്ക് പരിശ്രമിക്കാം. കരുണയുടെ അവസാന മണിക്കൂർ എന്ന സന്ദേശ സമൂഹത്തിന്റെ പേജുകൾ മറിക്കുമ്പോൾ നമ്മുടെ ഹൃദയങ്ങളിൽ ആനന്ദവും സമാധാനവും കൊണ്ട് തുടിക്കുന്നു. ഈ ഗ്രന്ഥത്തിന്റെ ഉള്ളടക്കം വളരെ മനോഹരമാണ്. അന്ത്യകാലത്ത് കർത്താവ് ജനത്തോട് കാണിക്കുന്ന മഹത്തായ അനുകമ്പയിൽ ആഹ്ലാദിക്കാൻ ഈ ഗ്രന്ഥം നമ്മെ പ്രേരിപ്പിക്കുന്നു. അവിടുത്തെ ഉപാധികളില്ലാത്തതും അമേയവുമായ സ്നേഹം അതിന്റെ പൂർണ്ണതയിൽ സജീവമായി ഈ സന്ദേശങ്ങളിൽ ദൃശ്യമാണ്. അന്ത്യനാളുകൾ. എന്റെ പ്രിയ മക്കളെ, പ്രതിയോഗികളുമായുള്ള നിങ്ങളുടെ ഏറ്റുമുട്ടൽ അതിന്റെ അന്ത്യദിനത്തിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നത് കാണുക. വലിയ നിശ്ചയദാർഢ്യത്തോടെ അവൻ എന്റെ അനേകം കുഞ്ഞുങ്ങളെ അന്ധരാക്കിയിരിക്കുന്നു. അതുകൊണ്ട് സകലരെയും വിശിഷ്യ നിഷ്കളങ്കരായ എന്റെ മക്കളെ രക്ഷിക്കുക എന്നത് എല്ലാവരുടെയും ഉത്തരവാദിത്തമാണ്. എന്റെ മക്കളെ, നിങ്ങളുടെ വിശ്വാസം നഷ്ടമാകാതിരിക്കാനായി പ്രാർത്ഥിക്കുക. കരുതലോടെ ഇരിക്കുക, ജാഗ്രതയോടെ ആയിരിക്കുക. എല്ലാ കാര്യങ്ങളിലും നിരീക്ഷിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യുക. എല്ലാം കടന്നു പോകുന്ന സമയമാകുമ്പോൾ അവസാന നിമിഷത്തിൽ അനേകർ തങ്ങളുടെ വിശ്വാസം ഉപേക്ഷിക്കുമെന്ന് ഞാൻ നിന്നോട് പറയുന്നു. വേണ്ട വിധം ഒരുങ്ങാത്ത അനേകർ തങ്ങൾ പ്രതീക്ഷിക്കാത്ത നിമിഷങ്ങളിലായിരിക്കും അതിന് നേരിടേണ്ടി വരിക. എന്റെ പ്രിയ മക്കളെ, നിങ്ങളിൽ എത്ര പേർ എന്റെ ശത്രുവിനെതിരെ പോരാടി അവനെ കീഴടക്കി തിരിച്ചോടിക്കുകയും എന്റെ മക്കളെ എന്റെ അടുക്കലേക്ക് തിരിച്ചു കൊണ്ടുവരികയും ചെയ്യും. ഈ അവസാന കാലത്ത് ചുവന്ന സർപ്പത്തിന്റെയും എതിർ ക്രിസ്തുവിന്റെയും മണിക്കൂർ ഇതാ ആസന്നമായിരിക്കുന്നു. നിങ്ങൾ നിങ്ങളുടെ വിശ്വാസം ഉറച്ചു നിൽക്കുക. ജഡത്തിന്റെ സുഖങ്ങൾക്കായി നിങ്ങളുടെ വിശ്വാസം കൈമാറ്റം ചെയ്യാതിരിക്കുക. അന്ത്യവിധി. ഓർക്കുക, എന്നിലൂടെയും ഞാൻ കൈവരിച്ചതിലൂടെയും ലോകത്തെ നീതിയിൽ വിധിക്കാനായി ദൈവം ഒരു ദിവസം നിശ്ചയിച്ചിരിക്കുന്നു. അതുകൊണ്ട് അന്ത്യവിധിയിൽ നിങ്ങൾ എല്ലാറ്റിനും കണക്ക് കൊടുക്കേണ്ടി വരും. ആദ്യം മുതൽ തന്നെ പറയപ്പെട്ടതുണ്ടല്ലോ, ഓരോ മനുഷ്യനും അവന്റെ മരണത്തിന് ശേഷം ഒരു വിധിയുണ്ട്. അതുകൊണ്ട് ആർക്കും ഒരു ഒഴികഴിവില്ല. തിന്മ ചെയ്യുന്ന ഏതൊരുവനും ദുരിതവും പീഡകളും ഉണ്ടാകും. ജീവിച്ചിരിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കാനായി ദൈവം ഉപവിഷ്ടനാകുന്നതിനെ കുറിച്ച് വെളിപാട് പുസ്തകത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു. നിങ്ങൾ എന്നിൽ വിശ്വസിച്ചാലുമില്ലെങ്കിലും നിങ്ങൾ എന്നെയും ദൈവത്തെയും കാണാനിരിക്കുന്നു. നിങ്ങൾക്ക് എന്നെയും എന്റെ പിതാവിനെയും ഒഴിവാക്കാനാവില്ല. ഒരാൾക്ക് പോലും അതിൽ നിന്ന് രക്ഷപ്പെടാനാവില്ല. ഇപ്പോൾ നിങ്ങൾ എന്നെ നിങ്ങളുടെ രക്ഷകനായി സ്വീകരിക്കുന്നില്ലെങ്കിൽ അപ്പോൾ നിങ്ങളുടെ ന്യായാധിപനായി എന്നെ നേരിടേണ്ടി വരും. മഹത്തായ ശുഭ്രസിംഹാസനത്തിൽ വിധി നടത്താനായി ഇരിക്കുന്നവൻ ഞാൻ തന്നെയാണ്. ഇനി പറയുന്ന വ്യക്തികൾ വിധിക്കപ്പെടും. ദൈവത്തെ പരിഹസിക്കുന്ന അനുദപിക്കാത്ത പാപി, സ്വയം നീതിമാന്മാരെന്ന് കരുതുന്നവർ, തങ്ങൾ എല്ലാ കാര്യത്തിലും നല്ലവരാണെന്ന് എപ്പോഴും കരുതുന്നവരാണവർ. രക്ഷിക്കപ്പെടാൻ ആഗ്രഹിക്കുന്നുവെങ്കിലും ചെയ്യേണ്ട കാര്യങ്ങൾ സമയത്ത് ചെയ്യാതെ നീട്ടിവെക്കുകയും തങ്ങളുടെ അത്യന്തിക രക്ഷയെക്കുറിച്ച് ഉറപ്പില്ലാതിരിക്കുകയും ചെയ്യുന്നവർ, സഭയിൽ അംഗമായിരിക്കുകയും എന്നാൽ രക്ഷിക്കപ്പെടാതെ ഇരിക്കുകയും ചെയ്യുന്നവർ, അവർക്ക് മാത്രമേയുള്ളൂ ഞാനില്ല. എനിക്കുള്ളവനെങ്കിലും മനഃപൂർവ്വം ദൈവവചനം കേൾക്കാൻ ആഗ്രഹിക്കാത്തവൻ. ഒരു പാപം പോലും ദൈവം അറിയാൻ പോകില്ല. ഒളിച്ചു വെച്ച പാപങ്ങൾ വെളിപ്പെടുത്തപ്പെടും. എല്ലാ പാപികളും തങ്ങളുടെ രഹസ്യ പാപങ്ങൾക്ക് കണക്ക് കൊടുക്കേണ്ടി വരികയും ചെയ്യും. ആ ദിവസം അതിന്റെ തെളിവും മറുവാദവും ന്യായാസനത്തിൽ നിന്നുള്ള വിധിയും നിങ്ങൾക്ക് നൽകപ്പെടും. ആരുടെയൊക്കെ ജീവിതത്തിൽ ഞാനില്ലയോ, ആരൊക്കെ ദൈവത്തോട് വിശ്വസ്ത പുലർത്താതിരിക്കുന്നുവോ അവരെല്ലാം നരകത്തിലായിരിക്കും. അവനവന്റെ പ്രവൃത്തി അനുസരിച്ചുള്ള വിധി. സമയത്തിന് സമാപ്തിയിൽ സംഭവിക്കാനിരിക്കുന്ന അന്ത്യവിധിയിൽ ദൈവകരുണയും എന്നിലൂടെയുള്ള രക്ഷയും അനുസരിച്ചതിനാൽ എല്ലാ ദുഷ്ടന്മാരും അനുഭവിക്കാത്ത എല്ലാ പാപികളും തങ്ങളുടെ പ്രവൃത്തികൾ അനുസരിച്ച് വിധിക്കപ്പെടും. അവർ തങ്ങളുടെ സീമാരിതയായ പാപങ്ങളുടെ പേരിൽ വിധിക്കപ്പെടും. എല്ലാ പാപികളും തങ്ങളുടെ പ്രവൃത്തികൾ അനുസരിച്ച് വിധിക്കപ്പെടും. അവരുടെ പ്രവൃത്തികൾ അവരുടെ പാപങ്ങൾക്ക് പരിഹാരം ചെയ്യാനും അവരുടെ ആത്മാക്കൾ രക്ഷ ഉറപ്പുവരുത്തുവാനും മതിയായവയാണ് എന്ന് അപ്പോൾ നിർണയിക്കപ്പെടും. ന്യായാസനത്തിന് മുമ്പിൽ നിൽക്കുന്ന എല്ലാ പാപികളും ദൈവസന്നിധിയിൽ കുറ്റക്കാരനായി വിധിക്കപ്പെടും. കാരണം അവരുടെ പേരുകൾ ജീവന്റെ പുസ്തകത്തിൽ എഴുതപ്പെട്ടിട്ടില്ല. അവർ അഗ്നിതടാകത്തിലേക്ക് എറിയപ്പെടും. നന്നായി മനസ്സിലാക്കിക്കൊള്ളുക,
എന്റെ നാമത്തിൽ ഒരുവന് കൊടുക്കുന്ന ഒരു പാത്രം തണുത്ത വെള്ളത്തിന് പോലും പ്രതിഫലം ലഭിക്കാതിരിക്കില്ല. ഇവിടെ ഭൂമിയിൽ ചെയ്യപ്പെടുന്ന ഓരോ അധ്വാനത്തിനും, ഓരോ കർമ്മത്തിനും, ഓരോ പ്രവൃത്തിക്കും അതിനനുസരിച്ചുള്ള പ്രതിഫലം നൽകപ്പെടും. അവയെല്ലാം ദൈവത്തിന്റെ ഓർമ്മ പുസ്തകത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ടല്ലോ. രണ്ടാം വരവ്. സത്യത്തെക്കുറിച്ച് അറിവ് ലഭിക്കുകയും അനുതാപത്തെക്കുറിച്ച് ഒരുപാട് കേൾക്കുകയും ചെയ്ത ശേഷം നിങ്ങൾ ബോധപൂർവം പാപത്തിൽ തന്നെ ജീവിക്കുകയാണെങ്കിൽ പിന്നെ നിങ്ങളുടെ പാപങ്ങൾക്ക് വേണ്ടി അർപ്പിക്കപ്പെടാൻ ഒരു ബലി അവശേഷിക്കുന്നില്ല. ന്യായവിധിക്കും നിങ്ങൾ ദഹിപ്പിക്കാനിരിക്കുന്ന അഗ്നിക്കും വേണ്ടിയുള്ള സംവീതമായ കാത്തിരിപ്പ് മാത്രമാണ് പിന്നെ അവശേഷിക്കുന്നത്. നിങ്ങൾ എല്ലാവരോടുമായി ഞാൻ പറയുന്നു, ഞാൻ വീണ്ടും വരുമ്പോൾ അതൊരിക്കലും എളിമയിലോ ദാരിദ്ര്യത്തിലോ ആയിരിക്കില്ല, മറിച്ച് സർവ്വലോകവും പിറകൊള്ളുന്ന വിധത്തിൽ ശക്തിയിലും പ്രതാപത്തിലുമായിരിക്കും. എന്റെ അമ്മ എന്നോടൊത്ത് ഉപവിഷ്ടനായിരിക്കും. ഇടയൻ ചെമ്മരിയാടുകളെ കോലാടുകളിൽ നിന്നുപോലെ ഞാൻ ജനതകളെ വേർതിരിക്കും. യേശുവിന് ചെമ്മരിയാടാകാനുള്ള വിളി. അതുകൊണ്ട് ഓരോരുത്തർക്കും നല്ലത് ഒരു മാർപ്പാപ്പയെയോ ഒരു രാജാവിനെയോ ഒക്കെ പോലെ നേതാവാകാൻ നിൽക്കാതെ എന്റെ ചെമ്മരിയാടാവുകയാണ്. എന്റെ ചെമ്മരിയാടെന്നാൽ ശുദ്ധമായ നിഷ്കളങ്കത, സമൃദ്ധമായ കരുണ, അചഞ്ചലമായ ക്ഷമ, യഥാർത്ഥ അനുസരണം, സ്വീകാര്യമായ പരിഹാര പ്രവൃത്തികൾ എന്നിവ ഉണ്ടായിരിക്കുക എന്നതാണ്. ശുദ്ധമായ നിഷ്കളങ്കത എന്നാൽ ലാളിത്യത്തിന്റെ ജീവിതം നയിക്കുക എന്നതാണ്. ഹൃദയത്തിൽ ആരെയും വേദനിപ്പിക്കാതിരിക്കുക, അവരെ വെറുക്കുകയോ സൽപ്പേരിന് കളങ്കം വരുത്തുകയോ രീതിയിൽ സംസാരിക്കുകയോ ദേഹോപദ്രമേൽപ്പിക്കുകയോ അവരുടെ വസ്തുക്കൾ അപഹരിക്കാതിരിക്കുകയോ ചെയ്യുക. ഇത്തരത്തിലുള്ള ഒരു ജീവിതമാണ് ശുദ്ധമായ നിഷ്കളങ്ക ജീവിതം. അങ്ങനെയുള്ളവർ എന്റെ ആട്ടിൻകൂട്ടത്തിൽ ചേർക്കപ്പെടാൻ യോഗ്യരാണ്. സമൃദ്ധമായ കരുണ എന്നാൽ ദൈവം നിങ്ങൾ നൽകിയിട്ടുള്ള ആത്മീയവും ഭൗതികവുമായ ദാനങ്ങൾ മറ്റുള്ളവരുമായി പങ്കുവയ്ക്കുക എന്നതാണ്. അചഞ്ചലമായ ക്ഷമ എന്നാൽ ആരെങ്കിലും നിങ്ങളെ ദ്രോഹോപദ്രവേൽപ്പിക്കുകയോ നിങ്ങൾക്കെതിരായി സംസാരിക്കുകയോ ചെയ്യുമ്പോൾ ആ സഹനത്തിന് പ്രതികാരം ചെയ്യാതെ എല്ലാവരെയും സ്നേഹിക്കുകയും എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യുക എന്നതാണ്. യഥാർത്ഥമായ അനുസരണം എന്നാൽ നിങ്ങൾ എല്ലാ ചിന്തകളും വാക്കുകളും പ്രവൃത്തികളും നിങ്ങൾ ഇഷ്ടമനുസരിച്ചല്ല, പിന്നെയോ ദൈവത്തിന് ഇഷ്ടമനുസരിച്ച് ക്രമപ്പെടുത്തുക എന്നതാണ്. അതിന് എളിമ ആവശ്യമാണ്. കാരണം ദൈവവചനം ഇങ്ങനെ പറയുന്നു, ഞാൻ ശാന്തശീലനും വിനീതഹൃദയനുമാകിയാൽ എന്നിൽ നിന്ന് പഠിക്കുക. അഹങ്കാരികൾ എന്റെ ആട്ടിൻകൂട്ടത്തിൽ പെടുന്നതല്ല. സ്വീകാര്യമായ പരിഹാരം എന്നാൽ നിങ്ങളുടെ പാപങ്ങൾക്ക് ചെയ്യുന്ന പരിഹാരം ചെയ്യുക എന്നതാണ്. നന്മ മാത്രം ചെയ്യുകയും തിന്മ ചെയ്യാതിരിക്കുകയും ചെയ്യുന്ന നീതിമാന്മാർ ഭൂമിയിൽ ഒരുവൻ പോലുമില്ല. അതുകൊണ്ട് സ്വീകാര്യമായ പരിഹാരം എന്നാൽ ആത്മാർത്ഥമായ അനുതാപം തന്നെയാണ്. ചെയ്തുപോയ പാപങ്ങളെ കുറിച്ച് മനസ്തപിക്കുകയും ഇനി ഒരിക്കലും ആ പാപങ്ങൾ ചെയ്യില്ല എന്ന ദൃഢമായ തീരുമാനമെടുക്കുകയുമാണ് വേണ്ടത്. അന്ത്യനാളുകളുടെ അടയാളങ്ങൾ. ഇതാ ഞാൻ നിങ്ങൾക്കെല്ലാം മുന്നറിയിപ്പ് തരുന്നു. ലോകാവസാനത്തിൽ വലിയ തിന്മകളും പീഡനങ്ങളും വരാനിരിക്കുന്നു. എന്റെ രണ്ടാമതിന് മുമ്പായി സംഭവിക്കാനിരിക്കുന്ന അടയാളങ്ങളെ കുറിച്ച് ഞാൻ നിങ്ങളോട് പറയട്ടെ. ദൈവം നിങ്ങളെ തനിയെ വിടുകയില്ല എന്നറിഞ്ഞിരിക്കുക. അവിടുന്ന് എന്നെയും തനിയെ വിടുന്നില്ല. ഞങ്ങളുടെ പിതാവിന്റെയും പുത്രന്റെയും കരുണയിൽ ഞങ്ങൾ പലപ്പോഴും മനുഷ്യർക്ക് അടയാളങ്ങൾ അയക്കുന്നു. അത് ആസന്നമായ മഹാപീഠങ്ങളെ കുറിച്ച് അവർക്ക് മുന്നറിയിപ്പ് നൽകാൻ വേണ്ടിയാണ്. ദൈവം തന്റെ വിധിയുടെ ന്യായാസനത്തിൽ വെച്ച് തങ്ങൾക്കെതിരെ പുറപ്പെടുവിക്കാനിരിക്കുന്ന ശിക്ഷാവിധികൾക്ക് പകരം തങ്ങൾക്ക് അവിടുത്തെ കരുണ ലഭിക്കാൻ കാരണമാകും പ്രാർത്ഥിക്കാനും സൽപ്രവൃത്തികൾ ചെയ്യാനും ഈ അടയാളങ്ങൾ അനേകരെ സഹായിക്കും. അങ്ങനെ എല്ലാവരും രക്ഷ പ്രാപിക്കുകയോ ചുരുങ്ങിയ പക്ഷം പരിഹാര പ്രവർത്തികളിലൂടെ തങ്ങളുടെ ജീവിതം നവീകരിച്ചുകൊണ്ട് ആസന്നമായ ദുരിതങ്ങളെ നേരിടാനായി വേണ്ട വിധം ഒരുങ്ങാൻ അവർക്ക് സാധിക്കുകയും ചെയ്യും. ഏറ്റവും വലുതും ഭയാനകമായ ദുരിതം എതിർ ക്രിസ്തുവിൽ നിന്നായിരിക്കും. അതുപോലെ തന്നെ ആകാശത്ത് നിറങ്ങുന്ന അഗ്നി കൊണ്ടുണ്ടാകുന്ന ദുരിതങ്ങളും, അതിനുശേഷം ലോകത്തിന്റെ അഗ്നി കൊണ്ടുണ്ടാകുന്ന ദുരിതങ്ങളും, അതിനുശേഷം ലോകത്തിന്മേലുള്ള വിധി നിർവഹിക്കപ്പെടും. ഈ മഹാപീഡനങ്ങളോട് നാം കാണുന്ന ലോകം അവസാനിക്കും. ദൈവത്തിന്റെ കൃപയാൽ നിങ്ങൾക്ക് ആകാശത്തിന് അടയാളം നൽകപ്പെടും. സൂര്യനും ചന്ദ്രനിലും നക്ഷത്രങ്ങളിലും അവ ദൃശ്യമാകും. സൂര്യനിലെ അടയാളം. ഞാനാണ് സൂര്യൻ, നീതിയുടെ സൂര്യൻ. സൂര്യൻ അതിന്റെ പ്രകാശം നൽകുകയില്ല എന്ന് തിരുവചനം പറയുന്നു. മേഘങ്ങൾ അതിന് മറയ്ക്കാതിരിത്തോളം കാലം സൂര്യനെ തന്നെ മറയ്ക്കാനോ പ്രകാശം നൽകാതിരിക്കാനോ സാധ്യമല്ല എന്നത് സത്യം തന്നെ. അതുപോലെ തന്നെ എതിർ ക്രിസ്തുവിന്റെ ഈ കാലഘട്ടത്തിൽ അവൻ ലോകത്തിൽ പ്രദാനം ചെയ്യുന്ന ഭൗതിക വസ്തുക്കളും സമ്പത്തും കൊണ്ട് നീതിസൂര്യൻ മറയ്ക്കപ്പെടും. കാരണം ആ നാളുകളിൽ മനുഷ്യർക്ക് എന്നിലുള്ള വിശ്വാസത്തിന്റെ വെളിച്ചവും നല്ല ജീവിത തിളക്കവും ക്രിസ്ത്യാനികളിലോ എന്റെ ജനത്തിന്റെ ഇടയിലോ പ്രകാശിക്കുകയില്ല. മനുഷ്യർ ഭയത്തിന്റെ പിടിയിലായിരിക്കും. തങ്ങളുടെ അധികാരം, പദവികൾ, മതപരമായ ബഹുമതികൾ, സമ്പത്ത് എല്ലാം നഷ്ടപ്പെടുന്നതോർത്തുള്ള ഭയമായിരിക്കും അത്. ചന്ദ്രനിലെ അടയാളം. അടുത്ത അടയാളം ചന്ദ്രനാണ്. ചന്ദ്രൻ നിങ്ങളുടെ പരിശുദ്ധ അമ്മയുടെ സഭയുടെ അടയാളമാണ്. ഇപ്പോൾ നിങ്ങൾ കാണുന്നത് സഭയുടെ അന്ത്യനാളുകളാണ്. ഞാൻ അവളെ എങ്ങനെ സ്ഥാപിച്ചുവോ അവൾ അങ്ങനെ അല്ലാതായി തീർന്നു കഴിഞ്ഞു. അവൾ അഹന്തയിലേക്ക് പ്രവേശത്തിലേക്ക് മാറിക്കഴിഞ്ഞു. കരുണയും സഹിഷ്ണുതയും അവശേഷിക്കുന്നില്ല. ചാരിത്രശുദ്ധി വിഷയാസക്തിക്കും അശുദ്ധിക്കും ധാർമ്മിക വംശത്തിനും വഴിമാറിക്കഴിഞ്ഞു. സ്വഭാവ നൈർമല്യത്തിലടക്കം അസൂയയിലേക്കും ദുഷ്ടമനസ്സിലേക്കും മാറി. ആത്മസംയമനം ഭക്ഷണാസക്തിയിലേക്കും അത്യാഗ്രഹത്തിന് വഴിമാറി. ക്ഷമയ്ക്ക് പകരം കോപവും യുദ്ധവും
ജനങ്ങൾക്കിടയിൽ ഭിന്നതയിൽ നടമാടുന്നു. വിവേകത്തിന്റെ സ്ഥാനം അശ്രദ്ധ കൈയടക്കിയിരിക്കുന്നു. എന്റെ ജനമേ, ഇതാ ഞാൻ മുൻപേ പറയുന്നു, എതിർ ക്രിസ്തു ആദ്യം വരും, അതിനുശേഷം വ്യാജപ്രവാചകന്മാരും. അവർ കഴിയുമെങ്കിൽ തിരഞ്ഞെടുക്കപ്പെട്ടവരെ പോലും വഴിതെറ്റിക്കാൻ പാകത്തിലുള്ള വലിയ അടയാളങ്ങളും അത്ഭുതങ്ങളും പ്രവർത്തിക്കും. ഈ ലോകത്തിലുള്ള ജനങ്ങൾ ദൈവത്തിനു മുമ്പിൽ കരങ്ങൾ നീട്ടുന്നതിന് പകരം ആഭിചാരവും ഭാവിഫല പ്രവചനവും പോലെയുള്ള പിശാചിൻ പ്രവൃത്തികൾ ആശ്രയിച്ചുകൊണ്ട് ദൈവത്തിനെതിരെ പാപം ചെയ്യുകയാൽ അവർ രക്ഷപ്പെടുകയില്ല. അതുകൊണ്ട് എല്ലാവരുമായി ഞാൻ പറയുന്നു, വഞ്ചിക്കപ്പെടാതിരിക്കുക. നിങ്ങളുടെ വിശ്വാസം ശരണവും എന്നിലും ദൈവത്തിലും അർപ്പിക്കുക. എന്റെ നാമത്തിൽ അല്ലാതെ സംഭവിക്കുന്ന എല്ലാ അത്ഭുതങ്ങളെയും നിരസിക്കുക. അപ്രകാരം തന്നെ നിങ്ങൾ വഞ്ചനയ്ക്കെതിരെ ശക്തരായി തീരും. എന്റെ ഭവനം ഹോട്ടലും ഭക്ഷണശാലയും വ്യഭിചാര കേന്ദ്രവുമായി മാറിയിരിക്കുന്നു. അവർക്ക് എന്റെ വിശുദ്ധ സ്ഥലത്തെയോ വിശുദ്ധ വസ്തുക്കളെയോ യാതൊരു ബഹുമാനവുമില്ല. അവർക്ക് എന്നെ വഞ്ചിക്കാനും എന്നെ വിൽക്കാനും ഒരു മടിയും ഉണ്ടാകില്ല. അവരുടെ ജീവിതം പിശാചിനാൽ അന്ധകാരമാക്കപ്പെട്ടതിനാൽ അവർ അനുഭവിക്കാൻ വിസമ്മതിക്കുന്നു. പുറമെ നിന്ന് എന്നെ പീഡിപ്പിച്ചതിനു ശേഷം അവർ സഭയുടെ നിന്ന് എന്നെ പീഡിപ്പിക്കാൻ തുടങ്ങും. ഞാൻ സ്ഥാപിച്ച ഈ സഭ പതുക്കെ പതുക്കെ ഇല്ലാതാകുന്നു. എന്നാൽ ഞാൻ സ്നേഹിക്കുന്ന ചിലർ അപ്പോഴും അവശേഷിക്കുന്നുണ്ട്. അവർ രാപ്പകൽ പരിത്യാഗം ചെയ്യുകയും തങ്ങൾക്കാവുന്ന വിധത്തിലൊക്കെ എന്നെ സ്നേഹിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യുന്നു. അതുകൊണ്ട് എന്റെ സഭ ഒരിക്കലും തളർന്നു പോകില്ല. പീഡനം വർദ്ധിക്കുന്നതനുസരിച്ച് എന്റെ സഭ ആന്തരികമായി അനുദിനം കൂടുതൽ വളരും. തങ്ങൾക്ക് സാധ്യമായ എല്ലാ മാർഗങ്ങളും സഭയുടെ ശത്രുക്കൾ ഉപയോഗിക്കുമെങ്കിലും ആർക്കും എന്റെ സഭയെ തകർക്കാൻ ആകില്ല. അവർ അക്കാര്യത്തിൽ വിജയിക്കില്ല. നീതിസൂര്യന്റെ പ്രതിഫലിപ്പിക്കുന്ന സുന്ദരനാകുന്ന സഭ കഷ്ടപ്പാടുകൾ കടന്നു പോകുമ്പോൾ കുറച്ചു കാലത്തേക്ക് ചന്ദ്രൻ രക്തമയമായതായി നിങ്ങൾ കാണും. കുറച്ചുനാൾ അത് ലോകത്തിൽ വെളിച്ചം നൽകാതെയും ഇരിക്കും. ആയതിനാൽ ഈ കാലത്ത് അനേകം തെറ്റിദ്ധാരണകളും സംഘടനകളും ഉണ്ടാകും. കാരണം അവർ ആരെയും അംഗീകരിക്കാൻ തയ്യാറാകില്ല. നക്ഷത്രങ്ങളിലെ അടയാളങ്ങൾ. നക്ഷത്രങ്ങൾ ആകാശത്ത് നിന്ന് വീഴും എന്ന് പറഞ്ഞതിന്റെ അർത്ഥം അനേകം ഗുരുക്കന്മാരും ഡോക്ടറേറ്റുള്ളവരും മിടുക്കന്മാരായ ദൈവശാസ്ത്രജ്ഞന്മാരും ഒക്കെ ആകാശത്ത് നിന്ന്, അതായത് വിശ്വാസ ഉയരങ്ങളിൽ നിന്ന് നിലംപതിക്കും എന്നതാണ്. ഇടർച്ചയ്ക്കിട നൽകുന്ന ദുഷ്ടജീവിതവും അനേകരുടെ പാപങ്ങളും മൂലമാണ് അത് നാം സംഭവിക്കുന്നത്. വീണ്ടും ഞാൻ നിങ്ങൾക്ക് മുന്നറിയിപ്പ് തരുന്നു, ഇതുവരെ ഉണ്ടായിട്ടില്ലാത്തതും ഇനി ഉണ്ടാക്കാൻ ഇടയില്ലാത്തതുമായ കുലപീഡനം വരാനിരിക്കുന്നു. ആ ദിവസങ്ങൾ പരിമിതപ്പെടുത്തുന്നില്ലെങ്കിൽ ഒരുവൻ പോലും രക്ഷപ്പെടുകയില്ലായിരുന്നു. എന്നാൽ എന്റെ തിരഞ്ഞെടുക്കപ്പെട്ടവരായി ചിലർക്ക് വേണ്ടി ആ ദിവസങ്ങൾ പരിമിതപ്പെടുത്തിയിരിക്കുന്നു. മഹാപീഡനത്തിന്റെ നാളുകൾ. ഇതാ ഞാൻ നിങ്ങൾക്ക് വീണ്ടും മുന്നറിയിപ്പ് തരുന്നു. ആ നാളുകളിൽ മനുഷ്യർ നോഹയുടെയും ലോത്തിന്റെയും കാലത്തുന്നതുപോലെ സാധാരണ മട്ടിൽ തങ്ങളുടെ ജീവിത വ്യാപാരങ്ങൾ നിർവഹിച്ചുകൊണ്ട് ജീവിക്കുന്നവരായിരിക്കും. അപ്പോൾ അഗ്നിയുടെ സംഹാര താണ്ഡവത്തിന്റെയും വിധിയുടെയും വീര്യതവും സുനിശ്ചിതവുമായ കാത്തിരിപ്പ് ശത്രുക്കളെ വിഴുങ്ങും. വിശുദ്ധ ഗ്രന്ഥം പറയുന്നത് പോലെ അഗ്നി അവിടുത്തെ മുൻപേ നീങ്ങുന്നു. അത് അവിടുത്തെ വൈരികളെ ദഹിപ്പിക്കുന്നു. അവിടുത്തെ മിന്നൽ പിണർ ലോകത്തെ പ്രകാശിപ്പിക്കുന്നു. ഭൂമി അത് കണ്ട് വിറകൊള്ളുന്നു. കർത്താവിന് പർവ്വതങ്ങൾ മെഴുകുപോലെ ഒരുങ്ങുന്നു. അതുകൊണ്ട് എന്റെ കുഞ്ഞുങ്ങളെ, ഞാൻ വീണ്ടും വീണ്ടും പറയുന്നു, ഇപ്പോൾ തന്നെ പരിഹാരം ചെയ്യുക. അക്രമങ്ങൾ ക്ഷമിക്കുക. അന്യായമായി സമ്പാദിച്ചു തിരികെ കൊടുക്കുക. പുണ്യത്തിൽ ജീവിക്കുക. മതത്തെയും വിശ്വാസത്തെയും എന്റെ സഭയെ തന്നെ ഏറ്റുപറയുക. എല്ലായ്പ്പോഴും നിങ്ങൾ ചിന്തിക്കുക, ഏതാനും നിമിഷങ്ങൾക്കുള്ളിൽ നിങ്ങളും നിങ്ങൾക്കുള്ളതെല്ലാം തന്നെ അഗ്നിയാൽ നശിപ്പിക്കപ്പെടും എന്നുറപ്പാണെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ മർക്കട മുഷ്ടി ഉപേക്ഷിച്ച് ആ നിമിഷം തന്നെ അനുഭവിക്കുന്നില്ലേ? അതുകൊണ്ട് ഒരുങ്ങുക. എതിർ ക്രിസ്ത്യാനിന്റെ കാലം തൊട്ടരികിലെത്തിയിരിക്കുന്നു. അതിഭയാനക ശിക്ഷ. ദൈവം ഓരോരുത്തരെയും മറ്റുള്ള രക്ഷയുടെ ഉത്തരവാദിത്തം കൂടി ഏൽപ്പിച്ചിട്ടുണ്ട് എന്ന് ഓർമ്മിക്കുക. അവിടുത്തെ ദൗത്യം സ്നേഹത്തിന്റെ സൃഷ്ടികൾ തന്നെ നിറവേറ്റാനുള്ള ഉത്തരവാദിത്വമാണ്. എന്റെ കുഞ്ഞുങ്ങളെ കാണുക. പ്രകൃതി മുഴുവനായും വലിയ സംക്ഷോഭത്തിലേക്ക് പോകുന്ന സമയം വരുന്നു. ലോകത്തിന് അതിന് സ്വാഭാവിക സൗന്ദര്യം നഷ്ടപ്പെടും. അത് അങ്ങേയറ്റം ഭയാനകവും ദുരന്ത നിറയപ്പെടുകയും ചെയ്യുന്നു. മനുഷ്യർ മനസ്ഥിതി തങ്ങളുടെ ജീവിതം നവീകരിച്ചെങ്കിൽ എന്റെ പിതാവ് മാനവരാശിയുടെ മേൽ ഭയാനകമായ ഒരു ശിക്ഷ അഴിച്ചുവിടും. ആ ശിക്ഷയെ അതിജീവിക്കുന്നവരാകട്ടെ മരിച്ചവരെ ഓർത്ത് അസൂയപ്പെടുന്ന തരത്തിൽ അങ്ങേയറ്റം അസന്തുഷ്ടരും നിരാശരും ഒറ്റപ്പെടുന്നവരുമായിരിക്കും. നിങ്ങൾക്ക് അവശേഷിക്കുന്ന ആയുധങ്ങൾ ദിവ്യകാരുണ്യവും ജപമാലയും മാത്രമായിരിക്കും. എല്ലാ രാജ്യങ്ങളിലും യുദ്ധവും കലാപവും കൊണ്ട് ബലപ്പെടും. സാത്താനിനെ വിളിച്ചു കൊടുത്തിട്ടുള്ള 3 ദിവസത്തെ അന്ധകാരത്തിന്റെ കാലയളവിൽ അനേകർ മരണമടയും. മനുഷ്യരാശിയുടെ 4-1 മാത്രം അവശേഷിക്കും. ഈ ത്രിനാഥ അന്ധകാരത്തിൽ ദിവസങ്ങളിലായിരിക്കും അനുതാപനിഷ്ഠില്ലാത്ത സഭയെ പീഡിപ്പിക്കുന്നവരുടെ മരണം സംഭവിക്കുന്നത്. ഈ 3 ദിവസത്തെ ഭയത്തെയും അന്ധകാരത്തെയും അതിജീവിക്കുന്നവർ തങ്ങൾ ലോകത്തിൽ ഒറ്റയ്ക്കാണ് ചിന്തിച്ചു പോകും. എന്നാൽ ലോകം മുഴുവൻ മനുഷ്യരുടെയും മൃഗങ്ങളുടെയും ശവകുടീരങ്ങൾ കൊണ്ട് മൂടപ്പെട്ടിരിക്കും. ഈ അന്ധകാരത്തിന്റെ 3 നാളുകളിൽ ലോക ജനസംഖ്യയുടെ 4-3 അപ്രത്യക്ഷരാകും. നമ്മുടെ സ്വന്തം കരങ്ങൾ മുഖത്തിന് മുമ്പിൽ നമുക്ക് കാണാൻ കഴിയാത്തവണ്ണം അത്രയ്ക്കും കട്ടപിടിച്ചിരുട്ടായിരിക്കും ആ ദിവസങ്ങൾ സംഭവിക്കുന്നത്. തീർച്ചയായും
പ്രഭാതം തൊട്ടു മുമ്പാണല്ലോ അന്ധകാരം ഏറ്റവും അധികം ശക്തമായി കാണപ്പെടുന്നത്. എന്നാൽ പ്രഭാതം ഉദിക്കുക തന്നെ ചെയ്യും. രാഷ്ട്രങ്ങൾ സമാധാനത്തിൽ വസിക്കുന്ന ഒരു പുതിയ പ്രഭാതം, ആരും മറ്റുള്ളവർക്ക് ആയുധങ്ങൾ ഉയർത്താത്ത ഒരു പുതിയ പ്രഭാതം. പരീക്ഷണങ്ങളുടെ പരമ്പര, പണം, ക്ഷണം, ഔഷധം ഇവയ്ക്ക് വേണ്ടിയുള്ള യുദ്ധമുണ്ടാകും. ഇത് ഒരുങ്ങാനുള്ള സമയമാണ്. നിങ്ങൾ നിങ്ങളുടെ ആത്മാവിനെ വിശദീകരിച്ചുകൊണ്ട് ഒരുങ്ങണം. കൊടുങ്കാറ്റുകൾ ഒന്നിനെ പുറകെ ഒന്നായി വരുന്നത് നിങ്ങൾ കാണും. ഒരു പരീക്ഷണം അവസാനിക്കുമ്പോഴേക്കും മറ്റനേകം ദുരിതങ്ങൾ അതിന്റെ പുറമെ വരാൻ കാത്തു നിൽക്കുന്നുണ്ടാകും. പണം, ക്ഷണം, വെള്ളം, ജോലി ഇവയിലെല്ലാം ദൗർബല്യം അനുഭവപ്പെടാൻ പോകുന്നു. മനുഷ്യവംശത്തിന്റെ അതിജീവനത്തിനായി ഈ ലോകം അതിന്റെ മാലിന്യങ്ങളിൽ നിന്ന് ശുദ്ധീകരിക്കപ്പെടേണ്ടിയിരിക്കുന്നു. ആ പ്രക്രിയയിൽ നിങ്ങൾ വളരെയധികം ഉപയോഗപ്പെടേണ്ടി വരും. ജീവിതാവശ്യങ്ങൾ തികച്ചും ലളിതമാകും. വലിയ ക്ഷാമവും യുദ്ധവും നിങ്ങൾ കാണും. അത് രാഷ്ട്രങ്ങൾ തകർന്നു വീഴാൻ കാരണമാകും. എന്റെ ജനമേ, ഈ ലോകത്തിന് യുദ്ധത്തിൽ നിന്നും, രോഗത്തിൽ നിന്നും, ക്ഷാമത്തിൽ നിന്നും ഒരിക്കലും വിശ്രമം ലഭിക്കില്ല. അബോഷനിലൂടെ കൊല്ലപ്പെട്ട എന്റെ കുഞ്ഞുമക്കളുടെ എണ്ണത്തിനനുസരിച്ച് എന്റെ ജനം വളരെ വലിയ നാശം ഉടനെ നേരിടേണ്ടിയിരിക്കുന്നു. യുദ്ധം നടന്നുകൊണ്ടിരിക്കുന്ന അത് തുടരുകയും ചെയ്യും. യുദ്ധം ക്ഷണക്ഷാമത്തിന് കാരണമാകും. നിങ്ങൾ ഭോഷരായ ആട്ടിൻകൂട്ടമാണ്. നിങ്ങളെ നയിക്കുന്നവർ തന്റെ വഞ്ചനയിലൂടെയാണ് ചെയ്യുന്നത്. അവൻ ചതിയുടെ രാജകുമാരൻ തന്നെയാണല്ലോ. ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുള്ളതുപോലെ അനേകം സംഭവങ്ങൾ ചുരുളയുന്നത് നിങ്ങൾ കാണും. ഭൂകമ്പങ്ങൾ ഒന്നിനു പുറകെ ഒന്നായി സംഭവിക്കും. രോഗങ്ങളും ക്ഷാമവും ഉണ്ടാകും. നിങ്ങൾ നന്നായി ഒരുങ്ങണം. മനുഷ്യരിൽ അനേകം എന്റെ മുമ്പിൽ നിൽക്കുന്നതായി വിളിക്കപ്പെടും. എന്നാൽ എന്റെ ജനത്തിൽ നിന്ന് ഒരുപാട് പേർ വരേണ്ടിയിരിക്കുന്നു. എന്റെ ജനമേ, ഈ ലോകത്തിൽ പാപം അത്രമേൽ ഗൗരവതരമാണ്. അതുകൊണ്ടാണ് ഭൂമി നിങ്ങളുടെ പാപത്തിന്റെ ആഴം വെളിപ്പെടുത്തുന്ന അടയാളങ്ങൾ പുറപ്പെടുവിക്കുന്നത്. ഞാൻ നിങ്ങളോട് പറഞ്ഞുവല്ലോ, കൊടുങ്കാറ്റുകൾക്ക് പിറകെ കൊടുങ്കാറ്റുകൾ, ഭൂകമ്പങ്ങൾക്ക് പിറകെ ഭൂകമ്പങ്ങൾ, രോഗങ്ങൾ, ക്ഷാമങ്ങൾ എല്ലാം സംഭവിക്കുന്നു. നിങ്ങളുടൻ തന്നെ എതിർ ക്രിസ്തുവിന്റെ ഉദയം കാണാൻ പോകുന്നു. അത് മഹാന്മാരുടെയും ക്ഷാമത്തിന്റെയും യുദ്ധത്തിന്റെയും നാശനഷ്ടങ്ങളുടെയും നടുവിലായിരിക്കും സംഭവിക്കുക. നിങ്ങൾക്ക് ഇപ്പോൾ നൽകപ്പെടുന്ന ഓരോ ദിവസവും ഒരുങ്ങാനുള്ള ദിവസങ്ങളാണ്. നിങ്ങളുടെ പാപത്തിന്റെ ഗൗരവം അനുസരിച്ചാണ് ഭൂമി പ്രതികരിക്കുന്നത്. എന്റെ വാക്കുകൾ നിങ്ങളുടെ അടുക്കിലേക്ക് വരുന്നത് നിങ്ങളുടെ പാപങ്ങൾ എങ്ങനെയാണ് നിങ്ങൾ തന്നെ സഹനങ്ങൾ കാരണമാക്കുന്നത് മനസ്സിലാക്കുന്നതാണ്. മുന്നറിയിപ്പിന് ദിനങ്ങൾക്ക് മുമ്പായി ദൈവം കരുണയുടെ ദുരിതകാലം. മനുഷ്യകുലത്തോടുള്ള എന്റെ കരുണ എന്റെ എല്ലാ മക്കളിലേക്കും അയക്കപ്പെടുന്നു. തീരെ ചെറിയ കുഞ്ഞുങ്ങളും രോഗികളും ഒഴികെ മറ്റെല്ലാവർക്കും എന്റെ കരുണയുടെ സ്പർശം ഞാൻ അനുവദിക്കും. മുന്നറിയിപ്പിന് മുമ്പായി ലോകത്തിനുമേൽ എന്റെ കരുണയുടെ പ്രവൃത്തി പതിക്കാൻ ഞാൻ അനുവദിക്കും. ചെമ്മരിയാടുകളെ കോലാടുകളിൽ നിന്ന് വേർതിരിക്കേണ്ടിയിരിക്കുന്നു. എന്നെയോ പിശാചിനെയോ ആരെയാണ് വേണ്ടതെന്ന് തിരഞ്ഞെടുക്കാൻ എന്റെ മക്കൾക്ക് ഞാൻ സ്വാതന്ത്ര്യം അഥവാ സ്വന്തമായി ഇച്ഛ നൽകുന്നു. കരുണയുടെ പ്രവൃത്തി സകല മനുഷ്യരുടെയും മേൽ നിപതിക്കും. ആരും ഒഴിവാക്കപ്പെടുകയില്ല. ശാസ്ത്രജ്ഞന്മാർക്കും ഡോക്ടർമാർക്കും എന്നല്ല മറ്റാർക്കും തന്നെ ഈ കരുണയുടെ പീഡന പ്രതിവിധി കണ്ടുപിടിക്കാൻ സാധിക്കില്ല. എന്തായിരിക്കും ആ പീഡ എന്നത് നിങ്ങൾക്ക് ഇപ്പോൾ വിശദീകരിച്ച് നൽകപ്പെടില്ല. അതൊരു അതിസ്വാഭാവിക പ്രതിഭാസമായിരിക്കും. അനേകർ അപ്പോൾ കരുണയ്ക്ക് വേണ്ടി നിലവിളിക്കും. കരുണയുടെ പീഡയ്ക്ക് ഒരു പ്രതിവിധി ഉണ്ടാകില്ല. അതിനെ എടുത്തു മാറ്റാനും കഴിയുകയില്ല. സമയം വൈകുന്നതിന് മുൻപേ മാനസാന്തരപ്പെടാനുള്ള ഒരു അവസരം കൂടി മനുഷ്യർക്ക് നൽകാൻ വേണ്ടി നിങ്ങളുടെ യേശുവായി ഞാൻ തന്നെയാണ് എന്റെ പിതാവിന്റെ അനുവാദത്തോടെ കരുണയുടെ പ്രവർത്തി അയക്കുന്നത്. അത് മുന്നറിയിപ്പ് മുൻപ് ആരംഭിക്കുകയും മുന്നറിയിപ്പിന് ശേഷം തിരുത്തപ്പെടുകയും ചെയ്യും. കരുണയുടെ പീഡ സംഭവിക്കുന്നത് എങ്ങനെയായിരിക്കും? ഓരോ മനുഷ്യരും ഒരിക്കലും ഭേദമാകാൻ വയ്യാത്ത ഒരു രോഗത്തിന്റെ രൂപത്തിൽ അവരുടെ പാപങ്ങൾ അനുഭവിക്കും. എന്റെ ഭൂമിയിൽ അങ്ങേയറ്റം ഹീനവും ക്രൂരവുമായ പാപങ്ങൾ ചെയ്യുന്നവൻ അങ്ങേയറ്റം അനുഭവിക്കും. അവർ മറ്റാരുമല്ല, എന്റെ ജനിക്കാനിരിക്കുന്ന കുഞ്ഞുങ്ങളെ കൊല ചെയ്യുന്നതിന് പ്രോത്സാഹിപ്പിക്കുന്നവൻ തന്നെ. കുഞ്ഞുങ്ങളുടെ ജീവനും ഭാവി നശിപ്പിക്കുന്നവൻ, മറ്റുള്ളവർക്ക് മേൽ അധികാരം സ്ഥാപിക്കാൻ ആഗ്രഹിക്കുന്നവൻ, ഇങ്ങനെയുള്ള തിന്മകൾ ചെയ്യുന്നവരാണവർ. എന്റെ കരുണയുടെ പ്രവൃത്തി ഒരു ചെറിയ തടിപ്പോ കുരുവോ പോലെ ആയിരിക്കും ആരംഭിക്കുക. അത് പിന്നെ ഒരു വ്രണമായി മാറും. അനേകർക്ക് തങ്ങളുടെ ത്വക്ക് ചീഞ്ഞണിയുന്നതായി അനുഭവപ്പെടും. അവരുടെ ശരീരങ്ങൾ ജീർണിച്ച ശവകുടീരങ്ങളെ പോലെ ദുർഗന്ധം വമിക്കും. ആ ദുർഗന്ധം അത്രമേൽ അസഹനീയമാകിയാൽ അവർ തങ്ങളെ തന്നെ ഒളിപ്പിക്കും. അതുകൊണ്ട് ഇങ്ങനെ സംഭവിക്കുന്നു എന്ന് ഞാൻ അവരോട് ചോദിക്കും. അനേകർ തങ്ങളുടെ ജീവിതം സ്വയം അവസാനിപ്പിക്കും. ശാസിക്കാൻ പറ്റാത്ത വിധത്തിൽ അന്തരീക്ഷവായു അസഹനീയമാകും. അനേകർ ചോദിക്കും, എന്തുകൊണ്ട് എനിക്കിത് സംഭവിച്ചു? എന്റെ മക്കൾക്ക് കൃത്യമരണത്തിൽ ഒരു നിമിഷം അനുഭവിക്കാൻ അവസരം കൊടുക്കേണ്ടതിന് ഇത് സംഭവിച്ചേ തീരൂ. ലൂസിഫറിന്റെ തിന്മ കൂടുതൽ വ്യാപിക്കുന്നതിൽ നിന്നും ഞാൻ സൃഷ്ടിച്ചവയെ നശിപ്പിക്കുന്നതിൽ നിന്നും അവരെ തടയാൻ വേണ്ടിയാണ് ഞാനത് ചെയ്യുന്നത്. അനേകർ നരകത്തിലെ യുദ്ധശിക്ഷയെ ആശ്ലേഷിക്കുകയും തങ്ങളുടെ ദുരിതത്തിനെ എന്നെ ശപിക്കുകയും ചെയ്യും. ഈ അനുഭവം മനുഷ്യവംശത്തെ തങ്ങളുടെ മുട്ടിന്മേൽ വീഴിക്കും. അവർ ഉത്തരം അന്വേഷിക്കും, എന്നാൽ കേൾക്കാനും സത്യം അംഗീകരിക്കാനും അവർ വിസ്മരിക്കും. അവരുടെ പീഡകൾ അസഹനീയമായിരിക്കും. മരണത്തിന് ശേഷമുള്ള നിസ്സഹനത്തിന്റെ ഒരു രുചി മനുഷ്യർക്ക് ലഭിക്കും. എന്റെ മക്കൾ സൈക്കിളിൽ കാണുമ്പോൾ എതിർ ക്രിസ്തു ആഹ്ലാദിക്കും. സാത്താൻ അനുയായികളായിരിക്കും ഈ പീഡ ആദ്യം അനുഭവിക്കാൻ പോകുന്നത്. അവനെ സ്നേഹിക്കുകയും സത്യത്തിലേക്ക് വരാൻ വിസമ്മതിക്കുകയും അനുദപിക്കാൻ ഒരുക്കമില്ലാതിരിക്കുകയും ചെയ്യുന്നവരായിരിക്കും ഈ കരുണയുടെ പീഡ ആദ്യം അനുഭവിക്കുന്നത്. ലോകത്തിൽ മുഴുവൻ അരാജകത്വം നടമാടും. അനേകർ സംക്രമിക്കുകയും
മറ്റുള്ളവരെ ശപിക്കുകയും ചെയ്യും. നരകത്തിനുള്ള വെറുപ്പും പാപവും ലോകത്തെ മൂടുന്നതനുസരിച്ച് വിനാശവും ആശയക്കുഴപ്പവും വർദ്ധമാനമാകും. എന്റെ കരുണയുടെ പ്രവൃത്തിക്ക് ഒരു മറുമരുന്ന് കണ്ടുപിടിക്കാൻ മനുഷ്യന് കഴിയില്ല. ഞാൻ അവർക്കൊരു അവസരം കൊടുക്കും. എന്റെ മക്കൾക്ക് തന്നെ അല്ലെങ്കിൽ ലൂസിഫറിനെ തിരഞ്ഞെടുക്കാൻ വേണ്ടി ഈ അവസരം കൊടുക്കുക തന്നെ വേണം. ആരുടെ പിറകെ പോകണമെന്ന് അവർ തന്നെ തീരുമാനിക്കണം. എന്റെ സഭയുടെ മേൽ പിശാച് അവന്റെ വെറുപ്പും അത്യാഗ്രഹവും ശക്തിയും വിനാശവും പ്രയോഗിക്കുമ്പോൾ മനുഷ്യർ പരസ്പരം നശിപ്പിക്കുന്നതിന് ഇനിയും എനിക്ക് അനുവദിക്കാൻ കഴിയില്ല. കരുണയുടെ പീഡയിൽ വേദനിക്കുന്നവരെ സുഖപ്പെടുത്താൻ എന്നിലൂടെ പ്രവർത്തിക്കുന്ന എന്റെ പിതാവിന് മാത്രമേ സാധിക്കുകയുള്ളൂ. ഒരേ ഒരു പ്രതിവിധി എന്നിലൂടെ സംഭവിക്കുന്ന നിങ്ങളുടെ ഹൃദയ പരിവർത്തനമാണ്. എന്റെ നാമം വഹിക്കുന്ന എന്റെ ജനം തങ്ങളെ തന്നെ എളിമപ്പെടുത്തുകയും എന്റെ മുഖം തേടുകയും തങ്ങളുടെ ദുഷ്ടമാർഗങ്ങളിൽ നിന്ന് പിന്തിരിയുകയും ചെയ്താൽ ഞാൻ സ്വർഗ്ഗത്തിൽ നിന്ന് അവരെ ശ്രവിക്കുകയും അവരുടെ പാപങ്ങൾ ക്ഷമിക്കുകയും അവരുടെ ദേശത്തെ സുഖപ്പെടുത്തുകയും ചെയ്യും. തങ്ങളുടെ പാപകരമായ മാർഗങ്ങൾ ഉപേക്ഷിക്കുന്നവർ ഉടൻ തന്നെ സൗഖ്യം പ്രാപിക്കും. അതുകൊണ്ട് നിങ്ങൾ സത്യമായും ആത്മാർത്ഥമായും നിങ്ങളുടെ എല്ലാ പാപങ്ങളെക്കുറിച്ചും അനുദപിക്കുകയും തിന്മയിൽ നിന്ന് വേർപിരിക്കുകയും ചെയ്യണം. എന്നെ കബളിപ്പിക്കാമെന്ന് കരുതരുത്. നിങ്ങളുടെ ആത്മാർത്ഥതയും നിങ്ങളുടെ ഹൃദയ വ്യാപാരങ്ങളും ഞാൻ അറിയുന്നു. ഭൂമിയിലുള്ള എന്റെ പരിശുദ്ധരായ പുണ്യാത്മാക്കൾ എന്റെ കൽപ്പനകൾ പാലിക്കുകയും പ്രാർത്ഥിക്കുകയും എപ്പോഴും എന്നെ തേടുകയും ചെയ്യുന്നവർ തന്നെ മാത്രമേ ഒഴിവാക്കപ്പെടുകയുള്ളൂ. സന്ദേശങ്ങൾക്കും മുന്നറിയിപ്പുകൾക്കും ചെവി കൊടുക്കുന്നവരും തങ്ങളുടെ പാപകരമായ മാർഗങ്ങളിൽ നിന്ന് പിന്തിരിയുന്നവരുമായി ഒഴിവാക്കപ്പെടും. ആവശ്യത്തിലായിരിക്കുന്ന എന്റെ മക്കളെ സഹായിക്കുന്നതും ദരിദ്രരെ തീറ്റുന്നതും സുവിശേഷ ഭാഗങ്ങൾ അനുസരിച്ച് ജീവിക്കുന്നവരും ഒഴിവാക്കപ്പെടും. അവർ ഈ പീഡനം അനുഭവിക്കേണ്ടി വരികയില്ല. മതമോ വംശമോ വിശ്വാസമോ ഞാൻ കണക്കിലെടുക്കുന്നില്ല. ഞാൻ എന്റെ എല്ലാ മക്കളിൽ നിന്നും ആഗ്രഹിക്കുന്നത് അവരുടെ ഹൃദയമാണ്. കരുണയുടെ സമയം കൗണ്ട് ഡൗൺ ആരംഭിച്ചു കഴിഞ്ഞു. എന്റെ മക്കളെ, ആകുലതയുടെയും വിനാശത്തിന്റെയും ക്ഷാമത്തിന്റെയും നാളുകൾ അടുത്തു വരുന്നു. എന്റെ ഉപകരണങ്ങളിലൂടെ, അതായത് തിരഞ്ഞെടുത്ത ആത്മാക്കളിലൂടെ ഞാൻ അവരെ എത്ര തവണ മാനസാന്തരേക്ക് വിളിച്ചിട്ടും ഈ മനുഷ്യകുലം എന്നെ ശ്രവിക്കാൻ വിസമ്മതിക്കുന്നു. അവർ തങ്ങളുടെ മുഖമല്ല പുറമാണ് എന്റെ നേരെ തിരിക്കുന്നത്. ഈ കാലത്ത് ഉദ്ദേശിച്ച വിശുദ്ധ ഗ്രന്ഥത്തിൽ പുറത്തുവിട്ടുള്ളതെല്ലാം അതിന്റെ പൂർണ്ണതയിൽ നിറവേറിക്കൊണ്ടിരിക്കുകയാണ്. മഹാഭൂരിപക്ഷത്തെയും എന്റെ മുന്നറിയിപ്പ് അപ്രതീക്ഷിതമായിട്ടായിരിക്കും പിടികൂടുന്നത്. കരുണയുടെ സമയത്തിന്റെ കൗണ്ട് ഡൗൺ നടന്നുകൊണ്ടിരിക്കുന്നു. എന്റെ നീതി ആഗതമാകുന്ന മുൻപേ സംഭവിക്കാനിരിക്കുന്ന കാര്യങ്ങൾ നേരത്തെ പ്രവേശിക്കപ്പെട്ടുള്ള മുന്നറിയിപ്പും അത്ഭുതവുമായിരിക്കും. സ്വർഗ്ഗത്തിൽ നിന്നുള്ള അടയാളങ്ങൾ കൂടുതൽ തീവ്രമായി സംഭവിച്ചു തുടങ്ങിയിരിക്കുന്നു. സൃഷ്ടിയുടെ രൂപാന്തരീകരണം വേഗതയാർച്ചുകൊണ്ടിരിക്കുന്നു. ഇതിനു മുൻപ് ഒരിക്കലും ഭൂമിയിൽ കണ്ടിട്ടില്ലാത്ത വിധത്തിൽ സ്വർഗീയ ദർശനങ്ങളും വെളിപ്പെടുത്തലുകളും സംഭവിക്കുന്നു. സ്വർഗം മാനവവംശത്തെ മാനസാന്തരത്തിലേക്ക് ആഹ്വാനിച്ചതുകൊണ്ട് നൽകുന്ന അടയാളങ്ങളും വെളിപ്പെടുത്തലുകളും തന്നെ. എന്നാൽ മനുഷ്യർ ആത്മീയമായി മന്ദതയെ തുടരുന്നു. മന്ദോഷരും പാപികളുമായ പാവമാത്മാക്കളെ ഞാൻ അനുവദിക്കുന്ന മനസ്സാക്ഷിയുടെ പ്രകാശന വേളയിലും നിങ്ങൾ അതേ മന്ദോഷതയിലും പാപത്തിലും തന്നെയായിരിക്കും അനുദപിക്കാൻ നിങ്ങൾക്ക് സമയം കിട്ടില്ല.